ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റും ചെറുപഴവും വെച്ചിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വളരെ കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ചെറിയൊരു ഹോളില്ലേ അതിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് പഴം എടുക്കുന്നുണ്ട്. ഒരു പഴമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മൈസൂർ പഴമാണ് എടുക്കുന്നത്. ഏത് ചെറുപഴം വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. ഇപ്പോൾ റോബസ്റ്റ പഴമാണെങ്കിൽ ചെറിയൊരു റോബസ്റ്റ പഴം എടുത്താൽ മതി. വലിയ റോബസ്റ്റ ആണെങ്കിൽ ഒരു പകുതിയുടെ ആവശ്യമുള്ളൂ. ഈ പഴം ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇത് ഈ പഴം ഉടച്ചിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വളരെ പ്രധാനമാണ്. ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പഴം ഉടച്ചവിടെ മാറ്റി വെച്ചതിന് ശേഷം 250 ml കപ്പിൽ 1 കപ്പ് വറുക്കാത്ത റവയും 2 ഏലയ്ക്കും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഞാൻ വറുക്കാത്തതാണ് എടുത്തത്. അതവിടെ പൊടിച്ചത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് നന്നായി മെൽറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്തിട്ട് ഒരു പകുതി 1/4 ഭാഗത്തോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/4 ഭാഗത്തോളം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ക്യാരറ്റൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫാക്കി ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മളുടെ ഏലക്കയും പഞ്ചസാരയും റവയും കൂടി പൊടിച്ചെടുത്തില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ പൊടിക്കുന്ന സമയം ഫൈനായിട്ട് മാവ് പോലെ പൊടിയൊന്നുമില്ല, ചെറിയ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളം വേണമെങ്കിൽ വെള്ളം യൂസ് ആക്കാവുന്നതാണ്. ഞാൻ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ റവ എടുത്തത് ആ പാത്രത്തിൽ തന്നെ പാലും എടുക്കാൻ മറക്കരുത്. പാല് വേണ്ടെങ്കിൽ വെള്ളം യൂസ് ആക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് റവ 3 ടേബിൾ സ്പൂൺ മൈദ 1 കപ്പ് പാലെന്നൊക്കെ പറയുന്നത് കറക്റ്റ് പാകമാണ്. എല്ലാം കറക്റ്റ് പാകമാണ് ഞാൻ പറയുന്നത്. ഈ അളവിലെടുത്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി യൂസ് ആക്കാം. പകരം അരിപ്പൊടിയും വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി യൂസ് ആക്കാം. ഇപ്പോൾ ഈ പൊടികളൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റാഗിപ്പൊടി ഉണ്ടെങ്കിൽ റാഗിപ്പൊടിയും ഈ ഒരു റെസിപ്പിക്കായിട്ട് യൂസ് ആക്കാവുന്നതാണ്. ഇപ്പോൾ മൈദമാവും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ ഉടച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതുകൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മാത്രം ഓയിൽ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ നെയ്യൊക്കെ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും വേണ്ടി വരില്ല. നമുക്ക് ഒരു പാത്രം നിറയെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പസോഡ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. റവ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. റവ നമ്മൾ പൊടിച്ച് ചേർത്തതല്ലേ, അതുകൊണ്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ 5 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇവിടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നേരത്തെ കണ്ടതിൽ ഒരല്പം കൂടി ടൈറ്റായി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ പാലോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവം കറക്റ്റ് പാകമാണ്. ഇതിപ്പോൾ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരല്പം ഓയിലും ഇതുപോലെ ഒന്ന് ബ്രഷ് ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഓയിൽ വേണ്ട, നെയ്യ് മതിയെങ്കിൽ നെയ്യ് ഒന്ന് ബ്രഷ് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. ചെറിയൊരു സ്പൂണാണ് എടുക്കുന്നത്. ആ സ്പൂണിൽ എന്താ പറയുക കുറച്ച് ഈ കുഴികളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ലോയിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിൽ വെക്കണം കേട്ടോ. ഏറ്റവും ലോയിലേക്കും വെക്കരുത്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലൊന്നും മീഡിയത്തിൽ വിടണ്ട. ലോയിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ, എന്നാൽ ലോയിലും ആകരുത് എന്നാൽ മീഡിയത്തിലും ആകരുത്, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചെറിയ ചൂടിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ ഒരുപാട് ഓയിലോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിത് തിരിച്ചിടുന്ന സമയത്തും ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെറും ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന ഓയിൽ മാത്രമാണ് ഈ ഒരു സ്നാക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അതിന് ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ 2 ഭാഗവും കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ ലോയിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു 1.5 മിനിറ്റിൻ്റെ മേലെ ഒരു 2 മിനിറ്റിൻ്റെ അടുത്ത് ആയപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത 1 മിനിറ്റ് കൂടി വെച്ചാൽ മതി. ഒരു 3 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. മൊത്തത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 3 മിനിറ്റൊക്കെ വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യവും അതുപോലെ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തിരിച്ചിടുന്ന സമയത്ത് അടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മളൊന്ന് അടച്ചു കൊടുത്താൽ മതി. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ചൂട് ചായക്കോപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിതിൽ അധികം ഓയിലൊന്നും യൂസ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പഞ്ചസാര ചേർത്ത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ശർക്കര പാനി യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എൻ്റെ പല്ലെടുത്തിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വർത്താനമൊന്നും പറയാൻ പറ്റാത്ത ഇല്ലായിരുന്നു, സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഇവിടെ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.